എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, മറ്റമില്ലാത്തവനായ നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വമേറിയ വചനം നമ്മോട് പറയുകയാണ്. ആകയാൽ ഭോഷ്കിനെ ഉപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. അതെ, സത്യം സംസാരിക്കണം എന്ന് വെച്ചാൽ സത്യമായ ദൈവത്തെക്കുറിച്ച് വേണം സംസാരിക്കാൻ. അതല്ലാത്ത ഭോഷ്കിനെ ഉപേക്ഷിക്കണം. മാത്രമല്ല, നമ്മൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണം. സൂര്യൻ അസ്തമിക്കുവോളം കോപം മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുതെന്നും. ജഡത്തിന് കീഴ്പ്പെടും തോറും അത് നാം ചെയ്യും. എന്നാൽ എപ്പോഴാണോ പരിശുദ്ധ ആത്മാവിന് നാം കീഴ്പ്പെടുന്നത്, അപ്പോൾ നമുക്ക് ജയാളിയാകാൻ പറ്റും. ആകയാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മെ ഏവരെയും സഹായിക്കട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ, വമ്പൻ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനം മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.